ഒരു നോമ്പിൻ്റെ കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പിൻ്റെ ആചരണം പൂർണ്ണതയിലേക്ക് എത്തുന്നത് വലിയ വെള്ളിയാഴ്ചയും അതിനുശേഷം ഉയർപ്പിൻ്റെ അനുഭവമാണ്. ഉയർപ്പ് ദിനം, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാശയുടെ അനുഭവമാണ്. എന്നാൽ ഈസ്റ്ററിനുള്ള ഒരുക്കമായിട്ടാണ് ഈ നോമ്പ് ആചരണം നമ്മൾ നടത്തുന്നത്. എല്ലാ വർഷവും ഈസ്റ്റർ വ്യത്യസ്ത ദിനങ്ങളിലാണ് ആചരിക്കപ്പെടുന്നത്. അതിന് കാരണമുണ്ട്. ഈസ്റ്റർ ദിനം കണക്കാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. മാർച്ച് മാസം 21-ാം തീയതി പകലും രാത്രിയും തുല്യ ദൈർഘ്യമുള്ള മാർച്ച് മാസം 21-ാം തീയതിക്കും ശേഷവും ഏപ്രിൽ മാസം 20-ാം തീയതിക്കുള്ളിലും വരുന്ന പൂർണ്ണ ചന്ദ്രദിനത്തിൻ്റെ അടുത്ത ഞായറാഴ്ചയാണ് ഈസ്റ്റർ. അത് യഹൂദന്മാരുടെ പെസഹ കണക്കാക്കുന്നത് ഈ ഒരു കണക്കായതുകൊണ്ട് പെസഹയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണല്ലോ ഈസ്റ്റർ. അതുകൊണ്ടാണ് ഇത്തരം ഒരു കാൽക്കുലേഷൻ. മാർച്ച് മാസം 21-നും ഏപ്രിൽ മാസം 20-നും മധ്യേ വരുന്ന പൂർണ്ണ ചന്ദ്രദിനത്തിൻ്റെ അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുന്നു. എന്നാൽ ഈസ്റ്ററിലേക്കുള്ള ഒരുക്കം നമ്മൾ എപ്പോഴാണ് ആരംഭിക്കുന്നത്? നാം സാധാരണ ചിന്തിക്കുക ആഷ് വെനസ്ഡേ മുതലാണെന്നാണ്. പക്ഷേ ക്രൈസ്തവ ട്രഡീഷൻ അനുസരിച്ച് 70 ദിവസം മുമ്പുള്ള ഞായറാഴ്ച, അതായത് ഈസ്റ്ററിന് മുൻപ് 9-ാം ഞായറാഴ്ച, അതിന് പ്രത്യേക പേരാണ് പറയുന്നത്. ആ പേരാണ് സപ്തദിനം, സെപ്റ്റാജസിമ, സപ്തദിനം അഥവാ സെപ്റ്റാജസിമ. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ഈസ്റ്ററിന് മുൻപ് 60-ാമത്തെ ദിവസം, അതിനെ സെക്സാജസിമ അഥവാ ഷഷ്ടി ദിനം എന്ന് പറയും. ഈസ്റ്ററിന് മുൻപുള്ള 50-ാമത്തെ ദിവസം, അതായത് 7-ാമത്തെ ഞായറാഴ്ച, അതിനെ ക്വിങ്കാജസിമ, അതായത് നോമ്പിന് മുമ്പുള്ള 7-ാമത്തെ ഞായർ. ഈ 3 ഞായറാഴ്ചയും ചേർന്ന് പറയുന്നതാണ് രക്ഷാചരിത്ര ഞായറാഴ്ചകൾ, സാൽവേഷൻ ഹിസ്റ്ററി സൺഡേസ്. 1-ാമത്തെ സെപ്റ്റാജസിമയിൽ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും. 2-ാമത്തെ ഞായറാഴ്ച സെക്സാജസിമയിൽ വീഴ്ചയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും. 3-ാമത്തെ ഞായറാഴ്ച ക്വിങ്കാജസിമയിൽ നമ്മൾ യേശു കർത്താവിലൂടെയുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് ധ്യാനിക്കും. ഇതിന് ശേഷമാണ് വരുന്ന ബുധനാഴ്ചയാണ് ആഷ് വെനസ്ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതായത് ആഷ് വെനസ്ഡേക്ക് ഒരുങ്ങുന്നതിന് തന്നെ 3 ആഴ്ച സമയം ക്രൈസ്തവ വിശ്വാസത്തിൽ എടുക്കാറുണ്ട്. ആ 3 ആഴ്ച നമ്മൾ ചിന്തിക്കുന്നത് രക്ഷയുടെ ചരിത്രമാണ്. ദൈവം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. സൃഷ്ടി വീഴ്ചയിലകപ്പെട്ടു. 3 യേശുവിലൂടെ വീണ്ടെടുപ്പ് സാധ്യമായി. അതിനുശേഷമാണ് ആഷ് വെനസ്ഡേ ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഷ് വെനസ്ഡേ ആണ്. ഇത് കഴിഞ്ഞുള്ള നാളുകൾ 50 നോമ്പെന്നും 40 നോമ്പെന്നും പറയാറുണ്ട്. 50 നോമ്പുകൾ 50 ദിവസം മുഴുവൻ കണക്കാക്കിയിട്ടാണ് 50 നോമ്പെന്ന് പറയുന്നത്. നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് 40 ദിവസങ്ങളാണ് നോമ്പായിട്ട് കരുതുന്നത്. അത് പഴയ നിയമത്തിലെ മോശെ 40 ദിവസം ഉപവസിച്ചതും ഏലിയാവ് 40 ദിവസം ഉപവസിച്ചതും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതുമൊക്കെ ഇതുമായി കണക്റ്റഡാണ്. എന്നാൽ അതിനിടയിൽ വരുന്ന 6 ഞായറാഴ്ചകളുണ്ട്. ആ 6 ഞായറാഴ്ചകൾ എപ്പോഴും മിനി ഈസ്റ്ററാണ്. പുനരുദ്ധാനത്തിൻ്റെ മിനിയേച്ചറാണ് ഓരോ ഞായറാഴ്ചയും. അതുകൊണ്ട് 6 ഞായറാഴ്ചകൾ നമ്മൾ കണക്കാക്കാതെയാണ് 40 ദിവസം എടുത്താണ് 40 നോമ്പ് ആരംഭിക്കുന്നത്. ഈ യാത്ര നമ്മൾ തുടരുന്നത് ഈസ്റ്ററിന് 2 ആഴ്ചയ്ക്ക് മുൻപ്, ഈസ്റ്ററിന് മുൻപ് 2-ാം ഞായറാഴ്ച പാഷൻ സൺഡേ എന്ന് പറയും. പാഷൻ ഡേ എന്ന് പറയുന്നത് കഷ്ടാനുഭവ ആഴ്ചകൾ 2 ആഴ്ചകളാണ്. അതിനടുത്തത് ഓശാന ഞായറാഴ്ച, അതിനുശേഷം വിശുദ്ധവാരം, വിശുദ്ധവാരത്തിൽ വിശുദ്ധ തിങ്കൾ, വിശുദ്ധ ചൊവ്വ, വിശുദ്ധ ബുധൻ, അതിനുശേഷം പെസഹ വ്യാഴാഴ്ച, വലിയ വെള്ളിയാഴ്ച, അതിനുശേഷം വിശുദ്ധ ശനി, പിന്നീട് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ യാത്ര നാം ഇന്ന് ഒഫീഷ്യലി നമ്മൾ ആരംഭിക്കുന്നത്, ഔദ്യോഗികമായിട്ട് നാം ആരംഭിക്കുന്നത് ഈ ആഷ് വെനസ്ഡേ ആണ്. ചാമ്പൽ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് നൽകി തരുന്നുണ്ട്, വെളിപ്പെടുത്തലുകളാണ്. ഈ ചാമ്പൽ എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയാണ്. പൂഴിക്ക് പൂഴിയായി, ചാരത്തിന് ചാരമായി ഭൂമിക്ക് നിന്നെ ഏൽപ്പിക്കുന്നു. എപ്പോഴും ചാരം എന്നത് മനുഷ്യൻ്റെ ക്ഷണികമായുള്ള അവസ്ഥയാണ്. സാധാരണ ചാമ്പലിൻ്റെ ട്രഡീഷനും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷത്തെ ഓശാന ഞായറാഴ്ചയിലെ ഓലകളാണ് ഈ വർഷം ചാമ്പലായി മാറുന്നത്. കഴിഞ്ഞ വർഷം വലിയ സ്വീകരണത്തോടുകൂടെ, ആഘോഷത്തോടുകൂടെ ദേവാലയത്തിലേക്ക് വന്ന ആ ഓലകൾ ഇപ്പോൾ ആഷസായി മാറുകയാണ്. ഭൂമിക്ക് മണ്ണിന് മണ്ണായി, പൂഴിക്ക് പൂഴിയായി, ചാരത്തിന് ചാരമായി തീരേണ്ടുന്ന സാധാരണ ഒരു നൈമിഷികമായൊരു ജീവിതത്തിൻ്റെ ഉടമകളാണ് എന്നൊരു ബോധ്യം നമുക്ക് നൽകേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, യഹൂദ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു യഹൂദൻ്റെ വലിയ ഉപ്പായത്തിൽ 2 പോക്കറ്റുകളുണ്ട്. ആ 2 പോക്കറ്റുകളിൽ 2 പോക്കറ്റിലും ഓരോ ചെറിയ കടലാസുകൾ എഴുതിയിടാറെന്ന് പറയാറുണ്ട്. ഒരു കടലാസിൽ എഴുതിയിരിക്കുന്നത് ദ ഹോൾ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ഫോർ യു. മറ്റൊരു കടലാസ് കൊണ്ട് അടുത്ത പോക്കറ്റിടുന്നത് ഡസ്റ്റ് ടു ഡസ്റ്റ്, ആഷസ് ടു ആഷസ്, പൂഴിക്ക് പൂഴിയും ചാരത്തിന് ചാരവുമാണ്.
ഇതിനിടയിലാണ് മനുഷ്യൻ്റെ ജീവിതം. ഈ മുഴു പ്രപഞ്ചവും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കൊക്കെ വേണ്ടിയാണ്. അതേ അവസരത്തിൽ നാം ഓർക്കേണ്ട കാര്യമുണ്ട്, പൂഴിക്ക് പൂഴിയായി ചാരത്തിന് ചാരമായി തീരേണ്ടവരാണ് നാം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ആരാണ്, ദൈവം ആരാണ്, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ഏത് തലത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും, അപ്രകാരം പുരുഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതത്തെ പുതുക്കുന്നൊരു അനുഭവമായി തീരുവാൻ ഈ ഒരു വിശുദ്ധ നോമ്പിൻ്റെ കാലയളവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പൂഴിക്ക് പൂഴിയായി ചാരത്തിന് ചാരമായി മണ്ണിന് മണ്ണായി തീരേണ്ട ഈ മനുഷ്യർ, കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ, ആ സൃഷ്ടിയെ അവിടുന്ന് എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും കർത്താവെ ഞങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് തൻ്റെ ഏകജാതനായ പുത്രന് നൽകിയെന്നും പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ വീണ്ടെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് രക്ഷയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങളെ തന്നെ പരിശോധിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് സാക്ഷികളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. അർത്ഥവത്തായിട്ടുള്ള നോമ്പിൻ്റെ ദിനങ്ങൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലമാനവും മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കണമേ.